Hello everyone, welcome back to my chemistry class. Today we are going to study about different types of soil. What do you mean by a soil? Soil is the mixture of rock particles and humus. Okay, soil is the mixture of rock particles and humus. There are three types of soil. Mainly, there are three types of soil. Sandy soil, clayey soil, loamy soil. And one more soil is silt soil. Okay. Mainly, there are three types of soil. Sandy soil, clayey soil, and loamy soil. And one more type is silt soil. The soil is classified on the basis of the proportion of particles of various sizes. അപ്പോൾ ഈ സോയിൽ പാർട്ടിക്കിളുകളുടെ സൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് സോയിലിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ സോയിൽ ക്ലാസിഫൈ ചെയ്യുന്നത് അതിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് വൺ, സാൻഡി സോയിൽ. If soil contains greater proportion of big particles is called sandy soil. വലിയ പാർട്ടിക്കിളാണ് സോയിലിൽ ഏറ്റവും കൂടുതലുള്ളത് എങ്കിൽ അത്തരത്തിലുള്ള സോയിലിനെ പറയുന്നതാണ് സാൻഡി സോയിൽ. ഇഫ് സോയിൽ കണ്ടെയ്ൻസ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻസ് ഓഫ് ബിഗ് പാർട്ടിക്കിൾസ്, വലിയ പാർട്ടിക്കിളാണ് സോയിലിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളതെങ്കിൽ അത്തരത്തിലുള്ള സോയിലിനെയാണ് സാൻഡി സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ക്ലേയി സോയിൽ. ഇഫ് സോയിൽ കണ്ടെയ്ൻസ് ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ഫൈൻ പാർട്ടിക്കിൾസ് ഇറ്റ് ഈസ് കാൾഡ് ക്ലേയി സോയിൽ. If soil contains greater proportion of fine particles, ചെറിയ ചെറിയ നേർത്ത പാർട്ടിക്കിളാണ് സോയിലിൽ കൂടുതൽ ഉള്ളത് എങ്കിൽ അതിനെ നമ്മൾ ക്ലേയി സോയിൽ എന്ന് പറയും. അപ്പോൾ വലിയ പാർട്ടിക്കിളാണ് സോയിലിൽ കൂടുതലുള്ളത് എങ്കിൽ അതിനെ സാൻഡി സോയിൽ എന്ന് പറയും. ചെറിയ ചെറിയ നേർത്ത ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസാണ് സോയിലിൽ കൂടുതലുള്ളത് എങ്കിൽ അതാണ് ക്ലേയി സോയിൽ. Another type of soil is loamy soil. If the amount of large and fine particles is about the same, then the soil is called loamy. ഫൈൻ പാർട്ടിക്കിളും ലാർജ് പാർട്ടിക്കിളും ഒരേപോലെ അടങ്ങിയിട്ടുള്ള സോയിലിനെയാണ് ലോമി സോയിൽ എന്ന് പറയുന്നത്. വൺസ് മോർ, ലാർജ് പാർട്ടിക്കിൾസ് കൂടുതലുള്ള സോയിലിനെ സാൻഡി സോയിൽ എന്ന് പറയും. ഫൈൻ പാർട്ടിക്കിൾസ് ആണ് സോയിലിൽ കൂടുതൽ എങ്കിൽ ദാറ്റ് ഈസ് ക്ലേയി സോയിൽ. ഇനി ലാർജ് പാർട്ടിക്കിൾസും ഫൈൻ പാർട്ടിക്കിൾസും ഒരുപോലെ ഉള്ള സോയിലിനെ ലോമി സോയിൽ എന്നും പറയുന്നു. ഇഫ് ദ എമൗണ്ട് ഓഫ് ലാർജ് ആൻഡ് ഫൈൻ പാർട്ടിക്കിൾസ് ഈസ് അബൌട്ട് ദ സെയിം, then that soil is called ലോമി സോയിൽ. അപ്പോൾ ചെടികൾക്കൊക്കെ വളരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സോയിൽ എന്ന് പറയുന്നത് ലോമി സോയിലാണ്. The best topsoil for growing plant is loam. അപ്പോൾ ഈ സാൻഡി സോയിൽ എന്ന് പറയുമ്പോൾ സാൻഡി സോയിലുള്ള പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പാർട്ടിക്കിളുകൾക്കിടയിൽ ഒരുപാട് സ്പേസ് ഉണ്ട് സാൻഡി സോയിലിൽ. അപ്പോൾ ഈ ഇടയിലുള്ള ഈ സ്പേസിലൊക്കെ എയർ കയറും. അപ്പോൾ നല്ല എയറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എയർ അടങ്ങിയിട്ടുള്ള സോയിലാണ് സാൻഡി സോയിൽ.
ഓക്കെ, അപ്പോൾ സാൻഡി സോയിൽ എന്ന് പറയുമ്പോഴത്തേക്കും സാൻഡി സോയിലുള്ള പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ വലുതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്പേസ് ഉണ്ടാകും. ഈ സ്പേസിൽ എയർ ഫില്ല് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല എയറേറ്റഡ് ആയിട്ടുള്ള സോയിലാണ് സാൻഡി സോയിൽ. അപ്പോൾ സാൻഡി സോയിൽ ലൈറ്റും എയറേറ്റഡും ആണെന്ന് നമുക്ക് പറയാം. ഇനി ക്ലേ പാർട്ടിക്കിൾ ആണെങ്കിൽ കുറച്ചുകൂടി ചെറിയ സൈസാണ്. അപ്പോൾ കുറച്ച് ടൈറ്റായിട്ടായിരിക്കും പാക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ കുറച്ച് എയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാൻഡിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലേയിൽ ഉള്ള എയറിൻ്റെ പ്രസൻസ് വളരെ കുറവാണ്. പക്ഷേ ഇതിന് ഒരുപാട് വെള്ളത്തിനെ പിടിച്ചു നിർത്തുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ സാൻഡിയേക്കാളും കുറച്ചുകൂടെ നല്ല ഹെവി ആയിട്ടുള്ള ഭാരമുള്ള സോയിലാണ് ക്ലേ സോയിൽ. ഒരുപാട് വെള്ളത്തിനെ പിടിച്ചു നിർത്തുവാനുള്ള കാപ്പബിലിറ്റി ഇതിനുണ്ട്. പക്ഷെ എയർ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ലോമി സോയിൽ. ലോമി സോയിൽ എന്ന് പറയുമ്പോൾ ഇസ് എ മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് ക്ലേ. സാൻഡിൻ്റെയും ക്ലേയുടെയും കൂടെ ഒരു മിക്സ്ചറാണ് എന്തെന്ന് പറയുന്നത് ലോമി സോയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ടോപ്പ് സോയിൽ ഫോർ ഗ്രോയിങ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനൊക്കെ വളരാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സോയിലാണ് ലോമി സോയിൽ. ഇനി അനദർ ടൈപ്പ് ഓഫ് സോയിൽ ഈസ് സിൽറ്റ്. ദി സിൽറ്റ് സോയിൽ ഈസ് seen in river beds. Okay, മറ്റൊരു തരത്തിലുള്ള സോയിലാണ് സിൽറ്റ്. ഈ സിൽറ്റ് നദീതട തീരങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. ലോമി സോയിലിൽ നല്ല വളക്കൂറുള്ളതാണ് ലോമി സോയിൽ എന്ന് പറയുന്നത്. ഒത്തിരി വെള്ളത്തിനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള കഴിവുമുണ്ട് ലോമി സോയിലിന്. അതുകൊണ്ട് തന്നെ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സോയിൽ ലോമി സോയിലാണ്. ദ ലോമി സോയിൽ ഈസ് ഓൾസോ ഹാസ് ഹ്യൂമസ് ആൻഡ് ഇറ്റ് ഹാസ് ദ റൈറ്റ് വാട്ടർ ഹോൾഡിംഗ് capability or capacity for the growth of plants. So which soil is suitable for growing plants? Loamy soil is suitable for the growth of plants because it contains humus and it has the right water holding capacity. Okay students, today I wind up my class. We will meet you on next class. Take care. Bye.